ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള +1 സബ്ജക്റ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ, അത് ബയോളജിയാണ്. 19 ചാപ്റ്റർ ആണ് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. സോ ഇത്രയും അധികം ചാപ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം? സോ അതിനൊരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞ 2 സബ്ജക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിലും എക്സാം ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സ് നമുക്ക് അത്രയും, അതായത് 19 ചാപ്റ്റർ നമുക്ക് ഒരുമിച്ച് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇത് പഠിക്കുമ്പോൾ തന്നെ അറിയാം, വെയിറ്റേജിൻ്റെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകും, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആണ്. അപ്പോൾ ആ ഒരു വെയിറ്റേജ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് പഠിച്ചു തീർക്കുന്ന ഒരു പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ 19 ദിവസം നമുക്കിനി വേണം. പക്ഷേ 19 ദിവസം ബയോളജിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനില്ലേ എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്? യെസ്, അതെനിക്കും അറിയാം, കാരണം നമുക്ക് ബാക്കി സബ്ജക്റ്റും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം തീർക്കുക എന്നതാണ്. ബാക്കി എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് അവസാനം ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്താൽ പോലും നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഉത്തരങ്ങൾ ഓടിയെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു 10 ചാപ്റ്റേഴ്സ് ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക. സോ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഫോട്ടോസിന്തസിസ് ആയിരിക്കാം, ചിലപ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റഗ്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അനിമൽ കിങ്ഡം ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള 10 ചാപ്റ്റേഴ്സ് ആദ്യം നിങ്ങൾ എഴുതുക. അതിൽ 2 ചാപ്റ്റേഴ്സ് ഓരോ ദിവസവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത്. സോ തിയറിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു 1 hour സ്പെൻഡ് ചെയ്താൽ മതിയാകും, ആൻഡ് ഒരു 15 to 20 minutes PYQന്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാൻ അറിയില്ല, ഈ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ അറിയില്ലെങ്കിൽ അതിനും ഒരു വഴിയുണ്ട്. നമ്മുടെ മാരത്തോൺ, മെഗാ മാരത്തോൺ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. 11 മണിക്കൂറിൻ്റെ ലൈവ് മാരത്തോൺ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 11 മണിക്കൂറിൽ ഞങ്ങൾ 19 ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലൈവിലെ ഓരോ ചാപ്റ്റേഴ്സും എടുത്തു വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour മാക്സിമം വരത്തുള്ളൂ ഒരു വീഡിയോ, ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തു വെച്ച് അതിനനുസരിച്ച് പഠിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങൾക്ക് PYQ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് PYQs എടുത്ത് വെച്ച് അതുകൂടി കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾ ആ 10 ചാപ്റ്റർ 5 ദിവസം കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ബാക്കി ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള, അതായത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് അതിനുശേഷം വരുന്നത്. സോ ആ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ചേർത്ത് 3 ചാപ്റ്റേഴ്സിൻ്റെ സെക്ഷൻ ആക്കുക. അതായത് 3, 3, 3, അതായത് ബാക്കി 9 ചാപ്റ്റേഴ്സ്. അങ്ങനെ ഓരോ ദിവസം 3 ചാപ്റ്റേഴ്സ് വീതം കവർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് 5ഉം 3ഉം 8 ദിവസം കൊണ്ട് ബയോളജി ഫിനിഷ് ചെയ്യാം. സോ ഈ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങളുടെ ഓൺ ഡിഫിക്കൽട്ട് ലെവൽ എങ്ങനെയാണെന്നുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെ ടൈം ടേബിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എക്സാം പഠിച്ചെടുക്കാം. മോഡലിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ആ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.